സോ റയൽ മാഡ്രിഡ് ഫാൻസ് എങ്ങനെ ഹാപ്പി അല്ലേ? ഇന്നലെ അനൗൺസ്മെന്റ് വീഡിയോ വന്നതിന് ശേഷം തൊട്ട് നമ്മുടെ ഡാൻസ് കളിയായിരുന്നു അല്ലേ? തകർക്കുമായിരുന്നോ? എങ്ങനെ ഭയങ്കര ഹാപ്പി ആയിക്കാണല്ലോ. നെക്സ്റ്റ് സീസൺ വിനി ജൂനിയർ, കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ, ബെല്ലിംഗം, വാൽവർഡെ, ടോണി ക്രൂസ്, കമോവിംഗ, ചൗമനി, റുഡിഗർ, കർവാഹാൾ, മെൻഡി, ഫ്രാൻ ഗാർഷ്യ, എൻഡ്രിക്, ആർഡ്രെഗൂളർ, ബ്രഹീം ഡിയാസ്, അലബ, മിലിട്ടാവോ, ലെനിയോറോ ഡീലിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. ലൂനിൻ ഓൾറെഡി ഉണ്ട്, കോർട്ടോ ഓൾറെഡി ഉണ്ട് അവിടെ. യോസലു, ദ ഗോഡ് യോസലു. എന്താ എങ്ങോട്ടാണ്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പിന്നെ അൽഫോൺസോ ഡേവിസ്. ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ മഡ്രിഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സോ തൻ്റെ നീണ്ട കരിയർ എന്ന് പറയാൻ പറ്റത്തില്ല. PSG ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിച്ചേക്കുന്ന PSG 2017-18 സീസണിലാണ് ആള് PSG പ്രോബ്ലി നെയ്മറിനോടൊപ്പം അന്നത്തെ 2 റെക്കോർഡ് ഡീൽസ് 150 മില്യൺ യൂറോസോളം മൊണോക്കോയ്ക്ക് കൊടുത്തുകൊണ്ട് ടോട്ടൽ പാക്കേജിൽ കിലിയൻ എംബാപ്പനെ സൈൻ ചെയ്യുന്നത്. ആൻഡ് കിലിയൻ എംബാപ്പെ പ്രോബ്ലി ദ ബിഗസ്റ്റ് പ്ലെയർ ഇൻ PSG ഹിസ്റ്ററി എന്ന് തന്നെ പറയുന്നത് തെറ്റില്ല. ദ ടോപ്പ് സ്കോറർ ഓഫ് ഓൾ ടൈം, കവാനിനെ മറികടന്ന് ദ ഹയസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടർ ഓഫ് ഓൾ ടൈം. പ്രോബ്ലി PSG ലെജൻഡ് തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കിലിയൻ എംബാപ്പെ നെയ്മർ പോലത്തെ പ്രോജക്റ്റുകൾ എന്തിനാണോ കൊണ്ടുവന്നത് അത് നടന്നില്ല. ഫൈനലിൽ അവർ ഒരു തവണ എത്തി, ഇപ്പോൾ സെമി ഫൈനലിൽ പലതവണ എത്തി. പക്ഷേ ഇവന്തോ പല ബിഗ് പ്രോജക്റ്റുകളുടെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ മെസ്സി, നെയ്മർ, കിലിയൻ എംബാപ്പെ, കവാനിയോടൊപ്പം ഇങ്ങനെ വമ്പൻ പ്രോജക്റ്റുകൾ ആള് പങ്കാളിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു PSG എയിമായ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ സാധിച്ചില്ല. ആൻഡ് ഒബ്വിയസ്ലി ആള് PSG വിടുകയാണ്. ആസ് എ PSG ലെജൻഡ് തന്നെയാണ് വിടുന്നത്. എനിക്ക് തോന്നുന്നു കിലിയൻ എംബാപ്പെ പ്രോബ്ലി ഒരു ഡിസിഷൻ നേരത്തെ എടുത്താണ്. പുള്ളിക്ക് PSG നിന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ നേരത്തെ എടുത്താണ്. പക്ഷെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൊണ്ട് നമുക്കറിയാം 2 വർഷവും കൂടെ അത് നീണ്ടുപോയെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സത്യം പറഞ്ഞാൽ 2 വർഷം മുമ്പ് ആൾ റയലിലോട്ട് ഒരാളെ ഡിസിഷൻ എടുത്താണ്. ബട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയണ്ടല്ലോ, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്നല്ല, നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എവരിബഡി നോസ് എന്ത് ഫാക്ടർ കൊണ്ടാണ് ആള് 2 വർഷത്തോടെ അവിടെ നിന്നതെന്ന്. സോ ഇപ്പോൾ ആള് PSG വിടാനായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എനിക്ക് PSG ഫാൻസിനോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ കേരളത്തിലുണ്ട് അത്യാവശ്യം PSG ഫാൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇഫ് എനിബഡി നമ്മുടെ ചാനലിലുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എംബാപ്പയെ കുറിച്ച്, പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഫോർ മീ ഹീ ഈസ് വൺ ഓഫ് ദ നോട്ട് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നതിലും തെറ്റില്ല. ആള് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സീസണിൽ പ്രോബ്ലി വൺ ഓഫ് ദ ഈസിയസ്റ്റ് റൺ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് കിട്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ബിഗ് മാച്ചസിൽ കിലിയൻ എംബാപ്പെ പെർഫോം ചെയ്തില്ല. ആള് PSG വിടുക എന്നുള്ള ഡിസിഷൻ ഈ വർഷം തുടക്കത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അത് പല ടോപ്പ് ജേർണലിസ്റ്റിനും കൺഫേം ചെയ്തിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ് ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇനിയിപ്പോൾ ആൾ പെട്ടെന്ന് മനസ്സ് മാറിയിട്ട്, അയ്യോ എനിക്ക് അർണ സ്ലോട്ടിൻ്റെ എൻ്റെ ഫേവറേറ്റ് കോച്ച് ഓഫ് ഓൾ ടൈം ആണ്, അർണ സ്ലോട്ടിൻ്റെ കീഴിൽ കളിക്കുക എൻ്റെ ഓൾ ടൈം ഡ്രീമാണെന്നൊക്കെ പറഞ്ഞല്ലോ, ലിവർപൂളിലോട്ട് വരുമോയെന്ന് അറിയത്തില്ല വേജ് കെട്ടെടുത്തുകൊണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ പഴയ കോച്ചായ പൊച്ചറ്റീനോയിൽ അണ്ടർ കളിക്കുന്ന ഞാൻ മിസ് ചെയ്യുന്നു, എനിക്ക് ചാമ്പ്യൻസ് ലീഗിലും കുഴപ്പമില്ല, കോൺഫറൻസ് ലീഗ് കളിക്കാനാണ്, യൂറോപ്പ ലീഗ് കളിക്കാനാണ് ഞാൻ ചെൽസി വരും. അതിനുള്ള ചാൻസും കാണുന്നില്ല. പിന്നെ പുള്ളി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റിയാണ്, അങ്ങോട്ട് പുള്ളി വരുമെന്ന് തോന്നുന്നില്ല. എർലിംഗ് ഹാളൻഡിനോടൊപ്പം പെപ് ഗോർഡിയോള, എനിക്ക് തോന്നുന്നില്ല എർലിംഗ് ഹാളൻഡ് ആൻഡ് കിലിയൻ എംബാപ്പെ ഇൻ വൺ ടീം. ആൻഡ് ഓൺലി പോസിബിലിറ്റി ഈസ് ബാർസലോണ. സോറി റയൽ മാഡ്രിഡ്, ബാർസലോണ പോസിബിൾ അല്ല. ഞങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ്റെ കാര്യം പോലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് പ്ലെയർ, ഇഫ് നോട്ട് ദ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഇൻ ദ റയൽ മാഡ്രിഡ് ഹിസ്റ്ററി ആവുമെന്നാണ് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സാലറി. ആൾ PSG ഏൺ ചെയ്യാൻ പോകുന്നില്ല, ഈസ് നോട്ട് ഗോയിങ് ടു ഏൺ ദ. സോ അടുത്തതായിട്ട് പറയാനായിട്ടുള്ള ആളൊരു സൈനിങ് ഓൺ ബോണസ് ആയിട്ട് 100 to 130 മില്യൺ ഇടയ്ക്ക് ഒരു എമൗണ്ട് ആൾക്ക് സൈനിങ് ഓൺ ബോണസ് ആയിട്ട് കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. സോ വിൻ സിറ്റുവേഷൻ. ശരിയാണ്, വേസ്റ്റ് കട്ട് എടുക്കേണ്ടി വരും. PSG നിന്നാൽ ഞങ്ങൾക്ക് ഇനി ചാമ്പ്യൻസ് ലീഗ് അടിക്കുക ഇമ്പോസിബിൾ ആണ്. കൂടാതെ നമുക്കറിയാം ആ ഒരു സ്റ്റാർഡം കിട്ടണമെങ്കിൽ ഹി നീഡ്സ് ടു മൂവ് ആണല്ലേ. ഇപ്പോൾ PSG അദ്ദേഹം അൺബിലീവബിൾ സീസണാണ്, എല്ലാ സീസണും പുറത്തെടുത്ത് തുടങ്ങി. ഇപ്പോൾ ഈവൻ ഈ സീസണാണല്ലോ ആളുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അൺബിലീവബിൾ ആണ്. പക്ഷെ നമ്മൾ മറ്റൊരു ഇപ്പോൾ പ്രീമിയർ ലീഗിലോ അല്ല ലീഗിലോ ഒരു പ്ലെയറിന് കിട്ടുന്നതിൻ്റെ ലെവൽ ഓഫ് ഹൈപ്പോ ലെവൽ ഓഫ് കവറേജോ ഫ്രഞ്ച് ലീഗിൽ നിന്ന് ആൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഹി ഈസ് മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ. ആൻഡ് വേറെ എവിടെ, റയൽ മാഡ്രിഡ് തന്നെ അല്ലേ, റയൽ മാഡ്രിഡ് ദ ബിഗസ്റ്റ് ക്ലബ്, അവിടെ വരിക. വിനി ജൂനിയർ, റോഡ്രിഗോ, കിലിയൻ എംബാപ്പെ ഒന്ന് ക്ലിക്ക് ആയാൽ വേൾഡ് ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. ബാർസലോണ അല്ല, വേൾഡ് ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്.
ആൻഡ് എൻ്റെ ടീം ബാർസലോണയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഞങ്ങളിപ്പം നെക്സ്റ്റ് സീസൺ ഇവരെല്ലാം വരുമ്പോഴേക്കും ഒബ്വിയസ് ഫേവറേജ് ഫോർ എവറി കോമ്പറ്റീഷൻ റയൽ മാഡ്രിഡ് ആവും. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഞങ്ങൾ അവിടെ തന്നെ കാണും. സാവിയും പിള്ളേരും മത്സരിക്കും. ഞങ്ങളുടെ അക്കാഡമി ഉള്ളിടത്തോളം കാരണം ഞങ്ങൾ മത്സരിച്ചിരിക്കും. ഞങ്ങളൊരു ഫൈറ്റ് കൊടുത്തിരിക്കും. എന്തായാലും ഈ സീസണേക്കാളും ടൈറ്റായിട്ട് തന്നെ ഞങ്ങൾ അടുത്ത സീസൺ അവിടെ കാണും എന്ന് റയൽ മാഡ്രിഡിന് ഒരു മുൻകൂർ വാണിംഗ് തരികയാണ്. സോ നന്നായിട്ട് കളിച്ചോണം. ഞങ്ങൾ ഈ സീസണേക്കാളും സ്ട്രോങ് ആയിരിക്കും നെക്സ്റ്റ് സീസൺ, അത്രേ പറയുന്നുള്ളൂ. ശരിക്കും വരുന്ന ന്യൂസുകൾ പ്രകാരം അതല്ല നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും കണ്ടോണം. ലെപ്പോർട്ടയുടെയും സാവിയുടെ ഒക്കെ മാജിക് നെക്സ്റ്റ് സീസൺ കണ്ടോണം. അതുപോലെ തന്നെ നമുക്കിപ്പം മാൻ യുണൈറ്റഡ് വേഴ്സസ് ആർസണലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. സോ നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് നടക്കുക. മാൻ യുണൈറ്റഡിന് ഓൾമോസ്റ്റ് ടോപ്പ് 6 എത്തുക ഇമ്പോസിബിൾ എന്ന നിലയിലോട്ടാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് ആ കോൺഫറൻസ് ലീഗ് സ്പോട്ടിൽ നേടിയെടുക്കാനായിട്ട് യുണൈറ്റഡ് നോക്കുമായിരിക്കും. അല്ലെങ്കിൽ FA കപ്പാണ് യുണൈറ്റഡിൻ്റെ ട്രംപ് കാർഡ്. യൂറോപ്പ ലീഗ് സ്പോട്ട് കിട്ടുക, ഫൈനലി സിറ്റീനെ തോപ്പിക്കുക, അതിന് FA കപ്പ്, രണ്ടും പാടായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നു. ആൻഡ് നാളെ ആർസണൽ ഓൾഡ് ട്രാഫോർഡിൽ വന്ന് പൊതുവെ സ്ട്രഗിൾ ചെയ്യാറുള്ളതാണ് ആർസണൽ. പക്ഷേ ദിസ് ഈസ് എ ബെസ്റ്റ് ടൈം. ഇപ്പോൾ റീസെൻറ്റ് യുണൈറ്റഡ് ഫോം നോക്കാനായിട്ടാണെങ്കിൽ ഒരു റെലഗേഷൻ സോൺ ടീമിൻ്റെ ഫോമാണ്. അതിനേക്കാളും മോശമാണ്. ഇവൻ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ഷെഫീൽഡ് ബേൺലിക്ക് അഗെയിൻസ്റ്റ് പോലും സ്ട്രഗിൾ ചെയ്യുന്നു. ആൻഡ് ക്രിസ്റ്റൽ പാലസിൻ്റെ ഒരു 1.5 പൊട്ട് കിട്ടിയിട്ടാണ് വരുന്നത്. ആ പാടെയുള്ളൊരു പോസിറ്റീവ് ന്യൂസ്, ലിസാൻഡർ മാർട്ടിനസ് ബാക്ക് ഫ്രം ഇഞ്ചറി. പക്ഷേ ആൾ കളിക്കത്തില്ല എന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. FA കപ്പ് ഫൈനലിന് വേണ്ടി ആയിരിക്കും ആൾ എങ്ങനെയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് കേൾക്കുന്നു. പോസിറ്റീവായിട്ടുള്ള മറ്റു കാര്യം, ബ്രൂണോ ഫെർണാണ്ടസും മറ്റുമൊക്കെ മക്ടോമിനിയും എല്ലാം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. സോ ഇന്ന് കളിക്കുമെന്നാണ് കേൾക്കുന്ന. റാഷ്ഫുഡും ഇന്ന് കളിക്കുമെന്നാണ് കേൾക്കുന്ന. ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ 3 പേരും ഇന്ന് കളിക്കുമെന്ന് കേൾക്കുന്നു. അതേസമയത്ത് ലൂക്ക് ഷോ വീണ്ടും റിക്കവർ ചെയ്ത് വന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു കൊളാപ്സ് ഉണ്ടായി. ആൾ വീണ്ടും ഔട്ടാണ്. മേസൺ മൗണ്ടിന് പുതിയൊരു ഇഞ്ചറി. യുണൈറ്റഡിൻ്റെ കാര്യം ഒരല്പം കഷ്ടമാണ് ആ ഒരു സെൻസിൽ. അപ്പുറത്ത് ആർസണൽ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ വലിയ അടികളൊന്നും ഇല്ല. സോ ആർസണൽ ഇന്ന് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജയിക്കുക. നാളത്തെ മാച്ച് ജയിക്കുക. സോ ഫുള്ളാം സിറ്റി അതിന് മുമ്പ് നടക്കുന്നുണ്ട്. സോ ഫുള്ളാം പ്രോബബ്ലി സിറ്റിക്ക് അഗേൻസ്റ്റ് എന്തെങ്കിലും മിറക്കിൾ നേടുമെന്ന് പ്രതീക്ഷിക്കുക. അതൊന്നും നടന്നില്ല. സിറ്റി ജയിക്കുകയാണെങ്കിൽ ടോട്ടൻഹാമിന് അഗേൻസ്റ്റ് വരുന്ന മാച്ചിൽ സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊന്ന് വിഷ് ചെയ്യുക, അഥവാ ആഗ്രഹിക്കുക, അത്രേ ഉള്ളൂ നടക്കത്തുള്ളൂ. പക്ഷേ കണ്ടെടുത്തോളം 2 ടീമുകളും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത്. എന്തോ ടഫ് ഫിക്സ്റ്റേഴ്സ് ഈ 2 ടീമിനും കിടപ്പുണ്ട്. ഇപ്പോൾ സിറ്റിക്ക് ടോട്ടൻഹാം ഉണ്ട്, ഇപ്പോൾ ആർസണലിൽ നമ്മൾ പറഞ്ഞാൽ ഈ മാൻ യുണൈറ്റഡ് മാച്ച് ഉണ്ട്. പക്ഷേ എന്നാലും ഈ 2 ടീമിനും ഇത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ നാളത്തെ മാച്ചിലോട്ട് നോക്കുമ്പോൾ അർട്ടേറ്റ ആൻഡ് സൈഡ് റിയലി കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരു ബാഡ് റൺ ഓഫ് ഫോമിലാണ് യുണൈറ്റഡ് വരുന്നത്. പക്ഷേ യുണൈറ്റഡ് ഇങ്ങനെ ഒരു ബാഡ് റൺ ഓഫ് ഫോമിൽ വന്നിട്ട് കൊള്ളാവുന്നൊരു ഒപ്പോണിനെ അഗേൻസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. അത് പ്രോബ്ലി ഒന്നത്തെ സർപ്രൈസിങ് തിങ് എറിക് ടെൻ ഹാഗിൻ്റെ ആ ഒരു കോച്ചിങ് ആൻഡർ മാൻ യുണൈറ്റഡിൽ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മോശമായിട്ട് ചെറിയ ടീമുകൾക്കെതിരെ കളിച്ചിട്ട് പെട്ടെന്നൊരു നല്ല ടീമിനെ അഗേൻസ്റ്റ് വരുമ്പോൾ അവരൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. പൊതുവെ ഡിഫൻസീവിലൊക്കെ സോൾഡ് ആവാറുണ്ട്. അതുകൊണ്ടോ നാളെ ആര് ഡിഫൻസായിട്ട് ഇപ്പോൾ കസമീറോനെയൊക്കെ സെൻറ്റർ ബാക്കായിട്ട് ഉറപ്പായിട്ടും കളിപ്പിക്കേണ്ടി വരും. മിക്കവാറും കസമീറോ എവൻസ് തന്നെയായിരിക്കും നാളത്തെ സെൻറ്റർ ബാക്ക് ഡുവോ. അപ്പോൾ ലാസ്റ്റ് ക്രിസ്റ്റൽ പാലസ് അഗെയിൻസ്റ്റ് ഒക്കെ പോലെയാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ മിക്കവാറും ആർസണൽ അടിച്ചു കൂട്ടാനുള്ള എല്ലാ സാധ്യതയും ഓൾഡ് ട്രാഫോർഡിൽ. പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം കസമീറോയും എവൻസും വേറെ ലെവൽ പെർഫോമൻസ് എടുത്താൽ യുണൈറ്റഡിന് പ്രോബ്ലി ആർസണലിനെ തടയാൻ പറ്റും എന്ന് യുണൈറ്റഡ് ഫാൻസിന് വിശ്വസിക്കാം എന്നേ പറയാൻ പറ്റത്തില്ല. കാരണം ഈവൻ ഈ കസമീറോയും എവൻസിൻ്റെ ഒരു അന്യായ പെർഫോമൻസ് ആണെങ്കിലും ആർസണൽ എവിടെ നേരെയൊക്കെ സ്കോർ ചെയ്യും കോച്ച്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നാളെ യുണൈറ്റഡ് ആർസണലിനെ പിടിച്ചെടുത്ത് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പം ഓവറോൾ ഇപ്പോൾ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ടീമിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പം ബിൽഡപ്പ് എന്താ ബാക്ക് ഫേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒനാനയൊക്കെ ലാസ്റ്റ് മാച്ചിൽ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യണം. ബോൾ കഫീറ്റ് നിൽക്കുമ്പോൾ ബോൾ റിസീവ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് വരുന്നില്ല. അതുമല്ല പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് ജാമി കാരകറിൻ്റെ ഒരു അനാലിസിസ് കണ്ടെത്തില്ലെങ്കിൽ പറ്റുന്നവരൊന്നും കാണാൻ സ്കൈ സ്പോർട്സിൽ വളരെ മോശം പൊസിഷനിങ് ആണ് മാൻ യുണൈറ്റഡിൻ്റെ. ഇപ്പം ഗോളി കിക്സിനും മറ്റുമൊക്കെ ബോൾ ലൂസായാൽ ഇപ്പോൾ ഒപ്പോണൻറ്റ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കാലിൽ നിന്ന് ബോൾ ലൂസായെന്നൊരു സിറ്റുവേഷൻ ആണ് നോക്കും. യുണൈറ്റഡ് ടെറിബിളി പൊസിഷൻഡ് ആയിരിക്കും ട്രാൻസിഷനിൽ, അഥവാ കൗണ്ടേഴ്സ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ടെറിബിൾ പൊസിഷനിങ് ആണ് യുണൈറ്റഡിൻ്റെ. കാരണം ഒനാനയുടെ ഗോൾ കിക്കും എല്ലാം ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിൻ്റെ കാലിലാണ് കിട്ടുന്നതെങ്കിൽ, ക്ലിയർ ചെയ്യുന്നതോ അതോ ലോങ് കിക്ക് എടുക്കുന്നതോ കിട്ടുന്നതെങ്കിൽ യുണൈറ്റഡിൻ്റെ പൊസിഷനിങ് വളരെ മോശമാണ്. എനിക്കറിയത്തില്ല ഒരു ബേസിക് സ്ട്രക്ചർ പോലും ആ ഒരു കാര്യത്തിൽ ടെൻ ഹാഗിന് ഇത്ര നാളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എത്ര ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് സമ്മതിച്ചു, പക്ഷേ എന്നാലും ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സോ ടെൻ ഹാഗ് നാളത്തെ മാച്ച് ഈ ആർസണലിന് അഗെയിൻസ്റ്റ് ഒരു റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയാൽ FA കപ്പിന് മുമ്പ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഇമ്പോസിബിൾ ആയിട്ടാണ് തോന്നുന്നത് മാൻ യുണൈറ്റഡ് ആർസണലിനെ തന്നെയാണ്. അപ്പോൾ ആർസണൽ നോക്കാനാണ് അത്യാവശ്യം നല്ലൊരു ഫോമിലാണ് വരുന്നത്. ആ ഒരു വില്ല നോക്കിന് ശേഷം പിന്നീട് അവരാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പെർഫോമൻസുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്.
ആൻഡ് ട്രൊസാർഡ് നല്ല ഫോമിലാണ്. കായ ഹവേർട്സ് സ്കോറിംഗ് ഫോം കണ്ടിന്യൂ ചെയ്യുന്നു. ഒഡിഗാർഡ് ഇസ് പ്യുവർ മാജിക് ഇൻ ദാറ്റ് മിഡ്ഫീൽഡ്. ഡക്ലൻ റൈസ്, ഇപ്പോൾ തോമസ് പാർട്ടിനെ തിരിച്ച് മിഡ്ഫീൽഡിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആർസണൽ ലുക്കിംഗ് റിയലി സോളിഡ് ഡിഫെൻസീവ്ലി ആസ് വെൽ. സോ ഐ കാനോട്ട് സീ യുണൈറ്റഡ് ഗ്രൈൻഡിങ് എ റിസൾട്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ സീസൺ ഇങ്ങനെ പോകുന്നിടത്തോളം സിറ്റിയും ആർസണലും ഓരോ റിമൈനിങ് മാച്ചസ് ജയിക്കും, ടൈറ്റിൽ സിറ്റി കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ടോട്ടനാം വല്ല മിറക്കൾ കാണിച്ചാൽ ആർസണൽ ലക്കുണ്ട് എന്നേ പറയുന്നുള്ളൂ. സോ നാളത്തെ മാച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. എനിക്ക് ഒരു ആർസണൽ വിന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇഫ് കസമീറോ എവൻസിനും ഒരു ബാഡ് ഗെയിം ആണെങ്കിൽ ഒരു 3 or 4 ഗോൾ മാർജിൻ ചെയ്യാൻ തള്ളിക്കളയുന്നില്ല ഞാൻ. അതല്ല, അത്യാവശ്യം സോളിഡായിട്ട് പെർഫോം യുണൈറ്റഡ് ചെയ്താലും ഐ തിങ്ക് ഒരു 1 goal മാർജിൻ 2 goal മാർജിൻ വിക്ടറി ആർസണൽ കൊണ്ടുപോകുന്നതാണ്. ഐ കനോട്ട് സീ യുണൈറ്റഡ് ഡിഫീറ്റിംഗ് ആർസണൽ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഐ മൈറ്റ് ബി റോങ്. ഓൾഡ് ട്രാഫോർഡാണ്, എന്ത് സംഭവിക്കാം, ക്രൗഡ് വളരാം. ഇതുപോലെ തന്നെയായിരുന്നു ലിവർപൂൾ മാച്ചിന് മുമ്പ് ഞാൻ യുണൈറ്റഡിന് ഒരു പ്രതീക്ഷയും കൊടുത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു ലിവർപൂളിനെ അഗൈൻസ്റ്റ് യുണൈറ്റഡ് എങ്ങനെയാണ് പെർഫോം ചെയ്തത്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് വീഡിയോയിലൂടെ പറയാൻ. കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ്, ഇറ്റ്സ് ഹാപ്പനിങ് ഗോയ്സ്, ഇറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് ഞങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്നത് ടു ടാക്കിൾ ദാറ്റ് ഈസ് ഗ്യൂഡോ റോഡ്രിഗസ്. ബൈ ഗൈസ്.